അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് മരണത്തിലൂടെ നിശ്ചലമായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനിപ്പിക്കുന്ന മരണവാർത്തയാണ്. സങ്കടപ്പെടുത്തുന്ന വാർത്തകളെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളൂ. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം വെച്ചുള്ള യാത്രയായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിക്കുന്നത്. മരണം അങ്ങനെയാണ്. നമ്മളൊക്കെ വിചാരിക്കാത്ത സമയത്ത് കടന്നെത്തുന്ന ഒരു അതിഥി. പടച്ചറപ്പിൻ്റെ വിധിയാണ്. പടച്ചറപ്പിൻ്റെ വിധിയെ നമുക്ക് തടയാൻ ആർക്കും സാധിക്കില്ല. ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതം വെച്ചായിരിക്കരുത് ഒരു കളിയും. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതായത്. ഒരു കുടുംബം തീരാ വേദനയിലായി പോയത്. സുൽത്താൻ ബത്തേരി മുത്തങ്ങ കല്ലൂരിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഈ 2 പേരാണ് മരണപ്പെട്ടു പോയത്. മലപ്പുറം കാലടി സ്വദേശി മുഹമ്മദ് ഫായിസ്, 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി അസ്മത്ത്, 25 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഇന്ന് ഉച്ചക്ക് 12 മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത്. കർണാടക ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും ഇവർ സഞ്ചരിച്ച സ്കൂട്ടറും നേർക്ക് നേരെ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൻ്റെ ആഘാതത്തിൽ 2 പേരും അവിടെ നിന്ന് തന്നെ മരണപ്പെട്ടിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ സുൽത്താൻ ബത്തേരിയിലെ പോലീസും നാട്ടുകാരും ഉടനെ തന്നെ ആശുപത്രിയിലെത്തിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മയ്യത്ത് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തീർന്നു, അവരുടെ ജീവിതം ഇവിടെ വെച്ച് തീർന്നു. ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വേറെ ഒരു ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ ഒരു ദമ്പതികളുടെ. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അസീസ് നാട്ടിലെത്തിയത്. വിശ്രമ ജീവിതത്തിൻ്റെ ഭാഗമായി നാട്ടിലൊരു ഹോട്ടൽ ആരംഭിച്ച് വരികയായിരുന്നു. അവരിനി സന്തോഷത്തോടുള്ള ജീവിതം നയിക്കണമത്രേ. പ്രവാസിയാണ്. പ്രവാസികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നെങ്കിൽ അവർ അവിടുന്ന് തന്നെ ഉരുകിത്തീരുകയാണ്, അല്ലെങ്കിൽ അറ്റാക്ക് പോലുള്ള മരണം. ഇതിപ്പോൾ കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒന്ന് വിശ്രമിക്കാമെന്ന് വെച്ചതാ. അപ്പോഴാണ് മരണം പിടികൂടിയത്. പ്രവാസികൾക്ക് ജീവിതവുമില്ല, ജീവനുമില്ല. വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെയൊക്കെ പ്രവാസികളുടെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. പാവമാണ് നമ്മുടെ പ്രവാസി. കുടുംബത്തിന് വേണ്ടി മാത്രം അവർ ജീവിക്കുക. അവരുടെ ജീവിതം അവർക്ക് പ്രശ്നമേ അല്ല. നമ്മുടെ സന്തോഷവും നമ്മുടെ ആനന്ദവുമാണ് അവരെ ഏറെ സന്തോഷിപ്പിക്കുന്നത്. ഒരിക്കലും പ്രവാസികളെ വേദനിപ്പിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. അവർക്ക് സന്തോഷം കൊടുക്കുക. മരണത്തിലും പിരിയാതെ അവരൊരുമിച്ച് യാത്രയായി. മലപ്പുറം കാവന്നൂർ ചങ്ങരംകുണ്ടിയിൽ ബുധനാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ എടവണ്ണപ്പാറ സ്വദേശികളായ ഈ ദമ്പതികൾക്ക് അതിദാരുണമായ മരണം. മരണപ്പെട്ടിരിക്കുന്നത് എടവണ്ണപ്പാറ വട്ടത്തൂർ തായ്പുറത്ത് അസീസ്, 60 വയസ്സ്, ഭാര്യ സൗദാബി, 52 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അമിത വേഗത്തിലെത്തിയ കാറ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിലിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ഈ അപകടമുണ്ടായത്. ഇരുവരും സഞ്ചരിച്ചിരുന്ന അതേ ദിശയിൽ വന്ന കാറ് നിയന്ത്രണം വിട്ട് ബൈക്കിന് പിന്നിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും തെറിച്ചു വീഴുകയായിരുന്നു. വീണ ദമ്പതികളുടെ ശരീരത്തിലൂടെ കാറ് കയറിയിറങ്ങുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. നാട്ടുകാർ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ഓരോ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയേ. ജീവിതം ആസ്വദിക്കാനെത്തിയ പ്രവാസി അതിദാരുണമായാണ് മരണപ്പെട്ടു പോയത്. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. വേറെ ഒരു നിരാശ തോന്നിയ ഒരു മരണം, ഒരു ചെറിയൊരു കുഞ്ഞിൻ്റെ മരണം. വല്ലാതെ നിരാശയായിപ്പോയി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ. വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടി. ആ കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയാണ്. അങ്ങനെ വീട്ടുകാർ ആകെ ഭയന്ന് പലയിടത്തും തിരക്കി. നാട്ടുകാരോടും വിവരമറിയിച്ച് നാട്ടുകാരും തിരക്കി. നാട്ടുകാരും വീട്ടുകാരും പലയിടത്തും തിരക്കിയെങ്കിലും ആ കുട്ടിയെ കണ്ടെത്താനായില്ല. 9:30 കുട്ടി വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അങ്ങനെ പലയിടത്തും ആ കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്താനായില്ല. അങ്ങനെ 11 മണിയോടെ ഇവരുടെ വീട്ടുപറമ്പിലെ കിണറ്റിൽ പരിശോധന നടത്തിയപ്പോഴാണ് ആ കുട്ടി കിണറ്റിൽ വീണതായി കാണുന്നത്. ഉടനെ തന്നെ കുട്ടിയെ പുറത്തെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി.
ഏകദേശം 22 കോലുണ്ടത്ര ആ കിണറിന്. അത്യാവശ്യം വെള്ളവും ഉണ്ടായിരുന്നു. കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ പന്തെടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു അപകടം നടന്നത് എന്നൊരു സൂചനയുണ്ട്. കിണറിൻ്റെ കൈവരിക്കാണെങ്കിൽ 3 വരി ഇഷ്ടികയുടെ ഉയരം മാത്രമേ ഉള്ളൂ അത്രേ. പിന്നെ എങ്ങനെയാണ് കുട്ടികൾ വീഴാതിരിക്കുക അല്ലേ? അത് തന്നെയാണ് അപകടം ഉണ്ടായത്. ചെറിയ മക്കളൊക്കെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവസാനം അപകടം സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയ മക്കളാണ്, അപകടത്തിലും അബദ്ധത്തിലുമൊക്കെ വന്നു പെടാം. ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. അവർക്കെന്തറിയാം, പാവം മക്കൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. മരണപ്പെട്ടവരുടെ പാപങ്ങൾ പടച്ചറബ്ബ് പുറത്തു കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പുണ്യ റമദാനിൻ്റെ പ്രതിഫലം പടച്ചറബ്ബ് അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ചറബ്ബ് കൊടുക്കുമാറാകട്ടെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും പടച്ചറബ്ബ് കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.